എന്റെ കർത്താവേ, മുട്ടനാടുകൾക്കിടയിൽ അകപ്പെട്ട കുഞ്ഞാടിനെ പോലെ ആയല്ലോ ഞാൻ. നിങ്ങൾ ഞാൻ പറയുന്ന സമാധാനമായിട്ടൊന്ന് കേക്ക്. ഒത്തുതീർപ്പാണ് നല്ലത്. പറയണ്ട. ഒത്തുതീർപ്പിനായിരുന്നു ഇങ്ങോട്ട് എന്നാണോ? ഞങ്ങളുടെ പഞ്ചായത്ത് ബസ്സിനെ കണ്ടാൽ മതിയായിരുന്നല്ലോ. എന്റെ സിസ്റ്ററെ, എനർജി വേസ്റ്റ് ചെയ്യരുതേ. അനന്തം വക്കീൽ ഒരു സമാധാന പ്രിയനാണ്. സമാധാനത്തിന്റെ 3 വെള്ളരി പ്രാവുകളാണ് അദ്ദേഹം വീട്ടിൽ വളർത്തുന്നത്. പിന്നെ ഞാൻ ഒരെണ്ണം ചത്തു. ഇയാളെ തള്ളെ അകത്താക്കാതെ എനിക്ക് ഉറക്കം വരില്ല. അത്രയ്ക്ക് അനുഭവിച്ചു ഞാൻ. എന്തനുഭവിച്ചെന്നാ? അനുഭവിച്ചത് മുഴുവൻ ഞാനാ. കല്യാണം കഴിഞ്ഞ അന്ന് മുതൽ ഇവിടെ എനിക്ക് സമാധാനം തന്നിട്ടില്ല. എന്ന് ഭർത്താവിനെ അകത്താക്കിയാലേ അടങ്ങുള്ളൂ. എന്ത് നല്ല ഭാര്യ. സിസ്റ്ററെ, ഇത്രയും കാലം ഈ താടയോടൊപ്പം ജീവിച്ച താങ്കൾക്ക് പരമവീര ചക്രം തരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ എനിക്കതിന് വകുപ്പില്ല. അനന്തം വരുന്നതിന് മുമ്പ് ഇവരുടെ പ്രശ്നം ഒത്തുതീർപ്പാക്കാൻ ഞാൻ ശ്രമിച്ചതാ. ഇവരെന്നെ ഇപ്പൊ തീർത്താന്. അനന്തനല്ല, ഐക്യരാഷ്ട്ര സംഘടന വിചാരിച്ചാലും ഇവരുടെ പ്രശ്നം തീരില്ല. ഇന്ത്യയും പാകിസ്ഥാനും പോലെ ഒന്ന് നിർത്തുമ്പോ മറ്റേ തുടങ്ങും. എന്ത് വെടി വെടി വെടിയല്ല, തനിക്ക് അടിയതരട്ടെ. ഉറുമീസേ, താൻ വക്കീലല്ല, എന്റെ വെറും ഗുമസ്തന. അയ്യോ സോറി സാർ. ഇതെന്താ കാളസന്ധി എന്ന് വിചാരിച്ചോ? പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണോ തീർപ്പിനെ വിളിപ്പിച്ചത്? എനിക്ക് കോടതിയിൽ നിന്ന് തന്നെ വിധി കിട്ടണം. അതിനൊരു 9 വർഷമെങ്കിലും കാത്തിരിക്കേണ്ടി വരും. 9 വർഷം? കോടതിക്ക് നിങ്ങളുടെ മാത്രമല്ല, വേറെ ഉണ്ട് ഒരുപാട് കേസുകള്. പ്രതിഭാഗം വക്കീൽ ഹാജരാകുമ്പോ വാദിഭാഗം വക്കീൽ അവധിക്ക് അപേക്ഷിക്കും. അങ്ങനെ നിങ്ങളുടെ കേസ് നീട്ടിവെച്ച് നിങ്ങൾക്ക് അനുകൂലമായൊരു വിധി കിട്ടാൻ ഏകദേശം ഒരു 9 വർഷമെങ്കിലും കാത്തിരിക്കേണ്ടി വരും. ഇതിനുള്ളിൽ എത്ര പ്രാവശ്യം നിങ്ങൾ കോടതി കയറി ഇറങ്ങണം? ഇനി നിങ്ങൾ തന്നെ തീരുമാനിക്കുക. ഒത്തൊരുമിച്ച് ജീവിക്കണോ അല്ല അടിച്ച് പിരിയണോ എന്നല്ലേ ഉറൂ. ബ്രദറെ, കോടതി കയറി ഇറങ്ങുമ്പോഴറിയാം അതിന്റെ ഏനക്കേട്. പ്രതിഭാഗം വക്കീല് ചോദിക്കുന്ന ചോദ്യങ്ങൾ കേട്ടാ എത്ര തന്റെയുടെ ആണെങ്കിലും തൊലി ഉരിഞ്ഞു പോവും. പരപുരുഷ ബന്ധം, അവിഹിത ഗർഭം, അനാശാസ്യ നടപടി, പീഡനം, ഇതൊന്നും സ്ഥാപിച്ചെടുക്കാൻ ഇക്കാലത്ത് യാതൊരു പ്രയാസവുമില്ല. ഒരു പെണ്ണ് വിചാരിച്ചാൽ മതി വാദി ചിലപ്പോ പ്രതിയായെന്നിരിക്കും. ഇനി നിങ്ങൾ തീരുമാനിക്കും ഒത്തുതീർപ്പ് വേണോ അതോ തമ്മി തല്ലി പിരിയണോന്ന്. അനന്താ, സത്യത്തിൽ അനന്തനെ സമ്മതിച്ചെന്നിരിക്കുന്നു. തമ്മി തല്ലി പിരിയാൻ വന്നവരിപ്പതേ ഇണക്കുരുവികളെ പോലായി. അനന്തന്റെ ഗുമസ്തനാകാൻ ഭാഗ്യം കിട്ടിയതിൽ എനിക്ക് അപമാനമുണ്ട്, അല്ല അഭിമാനമുണ്ട്. ഇണക്കുരുവികൾ പറന്നു പോകുന്നതിന് മുമ്പ് അണ്ണൻ പോയി വേഗം ഫീസ് കളക്കി തന്നോടാ. എന്താ ഉർമിച്ചേട്ടാ ഇത്? വിഴുങ്ങാതെ സാവധാനം തിന്നെ. എന്ത് മൂടോടെ അമുക്കുക എന്നുള്ള എന്റെ ഒരു ശീലമായിപ്പോയി. ഓരോരുത്തർ തൊണ്ടി വിഴുങ്ങുന്നു, പിന്നാണോ തൊണ്ടില്ലാത്തൊരു പഴം. അപ്പൊ ചേട്ടൻ പറഞ്ഞ പോലെ IPC 304B തന്നെ പിടിക്കാം അല്ലേ? ചുമ്മാ പിടിച്ചാ പോരാ, മുറുകെ പിടിക്കണം. സംഗതി ഡൗറിയിടത്താ. അതെ, ലോ കോളേജ് 3-4 വർഷം ചരച്ചോണ്ടൊന്നും കാര്യമില്ല. അനുഭവജ്ഞാനം വേണം, അതാണ് എന്റെ വിജയം. പിന്നെ 2-3 ഉണക്കപ്പഴം ഫീസായിട്ട് തള്ളിയാ പോരാ. ഇപ്പൊ ലോ പോയിന്റ്സിനൊക്കെ ഭയങ്കര ചാർജാ. വാദം കഴിയട്ടെ, തരാന്നേ. വാദം കഴിയുമ്പോ പിന്നെ പിത്തമാവും. അപ്പൊ കൈ കാശില്ലാതൊന്നും പറഞ്ഞേക്കരുത്. എന്താടോ ഉർമീസെ പുതിയ വക്കീലിനെ ചാക്കിടുന്നത്? തന്റെ അനന്തം വക്കീൽ എത്തിയില്ലേ? കോടതി പിരിയാറായില്ലല്ലോ, അപ്പോഴല്ലേ ഒത്തീർപ്പ് വക്കീൽ എഴുന്നള്ളൂ. തനിക്ക് ഈ ഒത്തീർപ്പ് വക്കീലിന്റെ കൂടെ നടക്കാതെ കേസുള്ള വക്കീലന്മാരെ കൂടെ പോകാൻ പാടില്ലേ? എന്നെ കണ്ടു പഠിക്കേ. അനന്തന് കേസില്ലെങ്കിൽ ഞാൻ സഹിച്ചു. താൻ തന്റെ വക്കീലിന് കേസുണ്ടാകാൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കുക. അല്ല പിന്നെ അത് അനന്തം വന്നല്ലോ. അനന്തനെ കുറിച്ച് പറഞ്ഞ് ഞാനിപ്പോ എന്റെ നാക്ക് വായിലോട്ട് ഇട്ടതേ ഉള്ളൂ. താൻ കണ്ടില്ലേടോ? തന്റെ ചീഫും ക്ലോസും കഴിഞ്ഞോ? കഴിഞ്ഞു. അനന്തൻ ഇരിക്കെ, നമുക്ക് ഇനി ഞാൻ വിസ്തരിക്കാൻ വേണ്ടി വന്നതല്ല, വക്കീലിനോട് താങ്ക്സ് പറയാൻ വേണ്ടി വന്ന. ഈ കുരിശിനെ പുതിയ ഗുമസ്തനായി കിട്ടിയ സ്ഥിതിക്ക് എനിക്ക് നല്ല വേറെ ആളെ തപ്പാലോ. അനന്ത സ്റ്റോപ്പ്. എന്ത് വങ്കത്തോയി പറയുന്നത്? ഇന്നലെ കോട്ട് വിട്ടോണ്ടിറങ്ങിയ ചീള് പിള്ളേരുടെ ഗുമസ്തനായിട്ടിറങ്ങിയ ഉർമിസിനെ കിട്ടില്ല. ഞാൻ ഇവന് കുറച്ച് ലോ പോയിന്റ്സ് പറഞ്ഞു കൊടുക്കുകയായിരുന്നു. ചുമ്മാ കക്ഷികൾ കോടതി വരാൻ കാത്തു നിൽക്കുമ്പോഴാണോ താൻ ഇതിനകത്ത് കയറി വല്ലവന്റെ ഇര വിഴുങ്ങുന്നത്? നിലാവുണ്ടെന്ന് കരുതി വെളുക്കോളം മോട്ടിക്കരുത്. വല്ലപ്പോഴും അല്ലേ നിലാവ് കിട്ടൂ. അപ്പം മോട്ടിക്കാവുന്നിടത്തോളം മോട്ടിക്കാം. കക്ഷികൾ കോടതി വരാൻ നിരങ്ങട്ടെ. ആര് പറഞ്ഞു തൊട്ടതിന് പിടിച്ചെടുക്കുക കേസ് കൊടുക്കാൻ? അതുകൊണ്ടാണോ ഞാനും താനൊക്കെ 3 നേരം സുഭിക്ഷമായിട്ട് ഭക്ഷണം കഴിച്ചു പോകുന്നത്? പോടോ കോടതി വരാനിലേക്ക്. കറക്റ്റ്. അതെ, 2-3 ലോ പോയിന്റ്സ് കൂടെ പറഞ്ഞു തരാനുണ്ട്. അത് ഞാൻ വന്നിട്ട് പറഞ്ഞുതരാം. അതിന് ഊൺ ഓർഡർ ചെയ്ത് നോക്കി. കൂടെ കരിമീൻ മപ്പാസ് വിത്ത് ലെസ് ഗ്രേവി. ഞാൻ ജഡ്ജിക്ക് കുറച്ച് ലോ പോയിന്റ്സ് പറഞ്ഞു കൊടുത്തിട്ട് വരാം. അതുവരെ ഞാൻ തന്നെ പഴുത്തന്റെ തൊഴിലായിക്കൊണ്ടിരിക്കും. ഇയാൾ എന്നെ ഒരു വഴിയാ. എവിടെ കാല്? എവിടെ ആള്? അകത്തുണ്ട്. റിസീവർ സ്ഥാനം കിട്ടുക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ബോധം തെളിയാ പതിവ്. ഇവിടെ ഒരാൾക്ക് ബോധം പോവുക എന്ന് പറഞ്ഞാൽ എന്റെ കർത്താവേ. അവന്റെ മനസ്സ് നിനക്ക് അറിയാമോ? ഇരട്ട കൊലപാതകം നടന്ന കൊട്ടാരമാത്. അവിടെ ചെന്ന് താമസിച്ച് ഭരിക്കാന്ന് വെച്ചാൽ ചില്ലറ കാര്യമാണ്. ഒറ്റയ്ക്കല്ലല്ലോ, ഞാനും ഇല്ലേ കൂട്ടിന്. അതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ പേടി. ഇനി മുതലേ 3 പ്രേതങ്ങളെ സഹിക്കണ്ടേ? അപ്പൊ അപ്പൂപ്പനെയും കൂടെ താമസിപ്പിക്കാൻ തീരുമാനിച്ചോ? അലവലാതി ഗുരുത്തുദോഷം പറയരുത്. ആദ്യക്ക് ഞാൻ വയസ്സായി നോക്കണ്ട. അയ്യോ, വയസ്സായത് ആര് പറഞ്ഞു? ദേവി ഫാമിലി അല്ലേ? അനന്ത, അമ്മാവൻ നിന്റെ കയ്യിലോട്ട് കൊണ്ടു തന്ന ഈ ഭാഗ്യം അങ്ങോട്ടല്ല എന്ന് പറഞ്ഞ് നീ തട്ടിക്കളയരുത്.
അമ്മാവൻ എന്തെങ്കിലും കണ്ടുകൊണ്ടായിരിക്കും ഇതിന് ഇറങ്ങി പുറപ്പെട്ടത്. ദേ ഏട്ടനെ കുറിച്ച് വേണ്ടാത്തൊന്നും പറയണ്ട. ആ ഇത്രയൊക്കെ ആയിട്ട് അമ്മ പഠിച്ചില്ലല്ലോ. അമ്മയുടെ പേരിലുണ്ടായിരുന്ന സ്വത്തുക്കൾ മുഴുവൻ തട്ടിയെടുത്തു. അതും പോരാഞ്ഞ് അച്ഛന്റെ പേരിൽ ടൗണിന്റെ കണ്ണായ ഭാഗത്തുണ്ടായിരുന്ന 63 സെന്റ് സ്ഥലം അമ്മാവന്റെ വാക്കും കേട്ട് പറഞ്ഞ ആൾക്ക് കൊടുത്തു, അതും പറഞ്ഞ വിലക്ക്. പിന്നീടാണ് മനസ്സിലായത് അത് അമ്മാവന് വേണ്ടി തന്നെയായിരുന്നു. ഇപ്പോഴവിടെ 5 നിലയുടെ ഒരു ലോഡ്ജ് പൊങ്ങിക്കൊണ്ടിരിക്കുക. ഇങ്ങനെയൊക്കെ തന്നെ മേലെടുത്ത് നാരായണക്കുറുപ്പ് പെങ്ങളെ മരുമോനെയൊക്കെ സഹായിച്ചത്. അതൊന്നും വേറെ ആർക്കും വേണ്ടിയിട്ടല്ലോ. മുറപ്പെണ്ണിനെ കെട്ടിക്കഴിഞ്ഞാൽ ഈ സ്വത്തിന്റെയൊക്കെ അവകാശി അനന്തം തന്നെയല്ലേ. സോൾ ഓണർഷിപ്പ്. ഇപ്പോഴേ കൊട്ടാരമായി പാലസ് പാലസ്. ഓ എന്റെ കർത്താവേ, പഞ്ചാരക്കൂനയുടെ നടുവിൽ അകപ്പെട്ട ഉറുമ്പിന്റേത് പോലെ ആയല്ലോ എന്റെ അവസ്ഥ. എവിടം മുതൽ നക്കി തുടങ്ങണമെന്ന് ഒരു പിടിയില്ലേ. അങ്ങനെ നക്കി തുടങ്ങേണ്ടി വരില്ലടാ. നക്കി റിസീവർ സ്ഥാനം ഏറ്റെടുക്കാൻ ബുദ്ധിമുട്ടാണെന്ന് ഞാൻ എഴുതി കൊടുക്കാൻ പോവാ. അനന്ത പപ്പനായി തകർന്നു. ചുണ്ടോളം കൊണ്ടുവന്ന മുട്ട ബിരിയാണി നീ തട്ടി തെറിപ്പിച്ച് കളഞ്ഞല്ലോ കർത്താവേ. അനന്തന്റെ മനസ്സ് പറഞ്ഞ ഞാൻ ഇനി എവിടെയാ നേർച്ച നേരേണ്ടത്? വെട്ടുകാടോ വല്ലാർ പാടത്തോ അതോ വേളാങ്കണ്ണി പള്ളിയിലോ? നീ പള്ളിയിലോട്ടാണോ പോണ? അല്ല, പള്ളിക്കൂടത്തിൽ പോവാൻ പോവാ. നീ ഊഴംപാറ പോടാ. പോവാ. പേടിക്കാതെ ധൈര്യമായിട്ട് മേടിച്ചോളൂ, ഞാനില്ലേ കൂടെ. കോടതി മുദ്രവയ്ക്കുന്നതിന് മുമ്പുള്ള സ്ഥാവര ജംഗമ വസ്തുക്കളുടെ ലിസ്റ്റായത്. ഒത്തു നോക്കിക്കോളൂ. 10-200 കൊല്ലത്തെ പഴക്കമുള്ള കൊട്ടാരായത്. 2 കൊലപാതകം വേറെയും. അതുകൊണ്ടൊരു ഹോമം നടത്തിയിട്ട് ഭരണം തുടങ്ങുന്നതാ നല്ലത്. എന്നാ ഞാൻ ഇറങ്ങട്ടെ. ഭാഗ്യമുണ്ടെങ്കിൽ വീണ്ടും കാണാം. അയാള് പറഞ്ഞതിൽ എന്തോ ഒരു ധ്വനി ഉണ്ടല്ലോ. എന്താ ഇങ്ങനെ മുറുക്കെ പിടിക്കുന്നേ? ഒന്നുമില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ഇരുമ്പ് കയ്യിലുള്ളത് നല്ലതാ. മെല്ലെ. അനന്ത, കിളങ്കേട്ട ശബ്ദം. കോപ്പ് താക്കോല ആണോ? അനന്ത, എനിക്കിവിടെ ജീവിക്കാൻ പ്രയാസമാ. നമുക്ക് റിസീവർ സ്ഥാനം ത്യജിച്ച് പഴയ ഒത്തീർപ്പ് എന്നെ തുടങ്ങിയാലോ? ഒരുമാതിരി ചൊറിയുന്ന വർത്താനം പറയരുത്. എന്നെ ഇതിനകത്തോണ്ട് ചാടിച്ച നീയല്ലേ. എന്നിട്ടിപ്പോ അയ്യോ, കൊട്ടാരം എന്നൊക്കെ പറഞ്ഞാൽ ഇതുപോലെ ചുക്കിരി വേലയും പിടിച്ച് വാതയും വവ്വാലുമായിട്ട് കിടക്കുന്ന സ്ഥലമാണെന്ന് ഞാൻ കരുതിയോ? പിന്നെ സാർ എന്താ കരുതിയത്? സപ്രമഞ്ചത്തി മലർന്ന് കിടന്ന് മൃഷ്ടാന ഭോജനം അടിച്ച് തോഴിമാര് വെഞ്ചാമരം വെച്ച് തരുമെന്ന് വിചാരിച്ചോ? മര്യാദക്ക് ഞാൻ പറയുന്ന അനുസരിച്ച് ഇവിടെ കഴിഞ്ഞോണം. കഴിഞ്ഞോളാം. ആദ്യം ഇതിനകമൊക്കെ ഒന്ന് തുറന്നു കാണാം. എന്നിട്ട് കർത്താവ് തീരുമാനിക്കട്ടെ ഇവിടെ കിടന്ന് ഉറങ്ങണോ അതോ ഇവിടെ കിടന്ന് ചാടണോ. തീരുമാനിച്ചു. ഇവരെന്തിനാ നമ്മൾ അടിച്ചത്? നീ പറഞ്ഞില്ലേ കർത്താവ് തീരുമാനിച്ചായിരിക്കും. ഇനി നീ തീരുമാനിക്ക് ഇവിടെ താമസിക്കണോ അതോ വേണ്ടത്. നമുക്കൊരു കാര്യം ചെയ്യാം. എന്താ? ഞാൻ ഏതായാലും ഇവിടെ താമസിക്കാൻ തന്നെ തീരുമാനിച്ചു. നിനക്ക് നിന്റെ ഇഷ്ടമുള്ള പോലെ ചെയ്യാം. എന്നാ ഞാൻ പോവാടാ. പോടാ. ഞാൻ പോണില്ല. ബാ. രാവുണ്ണി നായര് അകത്തുണ്ട്. ആരാ? ഞാൻ കൊട്ടാറിലെ റിസീവറാ. ഇതെന്റെ ഗുമസ്തൻ. തസ്തികയുടെ പേര് അതാണെന്നേ ഉള്ളൂ. ഇന്നത്തെ പല കൊടികെട്ടിയ വക്കീലന്മാരെക്കാളും നിയമത്തിന്റെ അറ്റവും മൂലയും പച്ചവെള്ളം പോലെ കാണപ്പെടണം എനിക്ക്. ഇവർക്കൊക്കെ ലോ പോയിന്റ്സ് പറഞ്ഞു കൊടുക്കുന്നത് ഞാനാ. അയ്യോ, എന്താ? ഇവനെ പാട്ട് പാടിയതാ. അയ്യോ അയ്യോ അല്ലെ? അയ്യോ അയ്യോ. കയറിയിരിക്കൂ, ഞാൻ അച്ഛനെ വിളിക്കാം.
മോളുടെ അടുത്ത് ഞാൻ വെറും കൊമസ്താനാണെന്ന് നീ ആക്കി പറഞ്ഞു. തന്റെ അടുത്ത് എന്താ പറയാൻ പോണേ? പറഞ്ഞു, എന്തും പറഞ്ഞു. ഞാൻ അനന്തപത്മനാഭൻ. ഉറുമീസ്, മോള് പറഞ്ഞു റിസീവറാ അല്ലേ? അതെ. കൊട്ടാരത്തിന്റെ ഭരണം റിസീവർക്ക് വിട്ട വിവരം പത്രത്തിൽ നിന്നറിഞ്ഞു. നല്ല ചുമ. ക്ഷയമാണോ? ക്ഷേമമാണോ എന്ന് ചോദിക്കുകയായിരുന്നു. എന്ത് ക്ഷേമം? അസുഖമൊന്നുമില്ല, പക്ഷെ വയ്യ. പോലീസുകാർ കൊണ്ടുപോയി കുറെ ഇടിച്ചു പിഴിഞ്ഞതല്ലേ. എന്നാത്തിനാ? തമ്പുരാന്റെയും തമ്പുരാട്ടിയുടെയും കൊലപാതകം തെളിയിക്കാൻ. അപ്പൊ തട്ടിയത് ചേട്ടനാണോ? എന്നിട്ട് കൊട്ടാരത്തിലെ കാര്യസ്ഥൻ എന്ന നിലയ്ക്ക് അവർക്ക് കൈ കിട്ടിയത് തന്നെയാ. ഞാൻ അറിയാതെ അവിടെ ഒരു ഇല പോലും ചലിക്കില്ലെന്നാ ആ നന്ദനവർമ്മയും മഹാദേവവർമ്മയും പോലീസിന് കൊടുത്ത മൊഴി. അതിന് കാരണമുണ്ട്. അവർക്ക് എന്നോടായിരുന്നു കൂടുതൽ ദേഷ്യം. എനിക്കെതിരെ തെളിവുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് എന്നെ വെറുതെ വിട്ടു. അതിൽ പിന്നെ ഒന്ന് പുറത്തിറങ്ങി നടക്കാൻ പോലും എനിക്കും എന്റെ കുഞ്ഞിനും പേടിയാ. കൊട്ടാരത്തിൽ നിന്ന് വിലപ്പെട്ട സാധനങ്ങളൊന്നും മോഷണം പോവാത്ത സ്ഥിതിക്ക് പിന്നെ എന്തിനാവോ കൊല നടന്നത്? എനിക്കറിയില്ല കുട്ടി. കഴിയുന്നത്ര നന്മ മാത്രമേ തമ്പുരാനും തമ്പുരാട്ടിയും ചെയ്തിട്ടുള്ളൂ. എന്നിട്ടും അവർക്ക് ഇങ്ങനെ ഒരു വിധി. ചായ കഴിക്കുക. പരിചയപ്പെടാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. ഞങ്ങൾ വന്നത് പറഞ്ഞോളൂ. ഇന്നലെ രാത്രി ഈ കള്ളന്മാരെ തോന്നുന്നു ഞങ്ങളുടെ നേരെ ഒരു ആക്രമണം ഉണ്ടായി. അതെയോ? കുറെ കാലമായി പൂട്ടിക്കിടക്കണ കൊട്ടാരല്ലേ. ഏതായാലും ഒന്ന് സൂക്ഷിക്കണ നല്ലതാ. കൊട്ടാരത്തിന്റെ അകമൊക്കെ ഒന്ന് തുറന്നു കാണണം. പരിചയമുള്ള ആരെങ്കിലും കൂടെ ഉണ്ടായിരുന്ന കൊള്ളായിരുന്നു. വിനോദമില്ലെങ്കിൽ ഒന്ന്. വേണ്ട, അച്ഛൻ നല്ല സുഖമില്ല. ഒന്നും ഉണ്ടായിട്ടല്ല. കൊട്ടാരം പൂട്ടി പോലീസുകാരെ സീല് വെക്കുന്നത് കണ്ട് ബോധം കെട്ട് വീണതാ ഞാൻ. അതേ പിന്നെ ആ പൂമുഖത്തേക്ക് ഇത് നോക്കാൻ പോലും എനിക്ക് കഴിയണില്ല. തമ്പുരാന് ഞാനൊരു കാര്യസ്ഥൻ മാത്രമായിരുന്നില്ല, ഒരു കൂടപ്പറപ്പ് തന്നെയായിരുന്നു. നിങ്ങൾ വിഷമിക്കണ്ട, ഞാൻ വരാം. ഒക്കെ മാറാല പിടിച്ച് കിടക്കുക. അത് സാരമില്ല. ചിലത് കമ്പി തല കെട്ടിയിരിക്കുന്നത്. ഇതൊരു ബലം. അവിടെ ചതുരംഗം കളിക്കാം. തമ്പുര റമ്മി കളിക്കാറില്ലേ? തമ്മിൽ മരിയെ കൂടെ വാ. അതെ അതെ, കൊരങ്ങന്റെ പൂമാല കൊടുത്തോ. ഈശ്വര, എന്ത് ഐശ്വര്യമായിട്ട് കിടന്നതാ. ഇപ്പൊ മൂതേ അടഞ്ഞു. തഞ്ചാവൂരിലെ തച്ചന്മാരെ വെച്ച് ചെയ്യിച്ചതാ ഈ കാണുന്ന കൊത്തുപണികളൊക്കെ. അതും ഒറ്റത്തടിയില്. വന്നോളൂ. ഇതാണ് തമ്പുരാന്റെ പള്ളിയറ. ഇവിടെ വെച്ചാണ് ആരും കൊല നടന്നത്. വരിക. കഷ്ടം തന്നെ. രാജവാഴ്ച ചിതലരിച്ചു. രാജസദസ് കൂടിയിരുന്നത് ഇവിടെയാ. ഓ എന്റെ കർത്താവേ, എന്തു ആനന്ദായത്. ഒരു അന്തവും ഇല്ലേ? ഉറുമീസേ, ഓ ഇത് ജനാധിപത്യമല്ല, രാജഭരണമാ. വരിക വരിക. ഒരു പ്രാണി പോയി. ഇതായിരുന്നു ഞങ്ങൾക്കെല്ലാം എല്ലാമായിരുന്നു ഉദയവർമ്മ തമ്പുരാൻ.
ഓവറാവരുത് കേട്ടോ. എന്താ ഇത്? സാരില്ല, നമുക്ക് നടക്കാം. പ്രേതം എവിടെ? പറമ്പിൽ കക്കൂസിന്റെ പുറകില് വെള്ള സാരി കൊടുത്ത്. അത് നീ അവിടെ ചെന്ന് കുത്തിയിരുന്നപ്പോ നിന്റെ നേരെ കണ്ടതായിരിക്കും. ഞാൻ വെള്ള സാരി കൊടുത്തോണ്ടല്ലോ കുത്തിയിരുന്നത്. ഇത് തമ്പുരാട്ടിയുടെ പ്രേതം തന്നെ. തമ്പുരാനും ഉണ്ടായിരുന്നു. ഭാര്യയെ ആദ്യം അയച്ചതായിരിക്കും നമ്മളെ കുറിച്ച് അന്വേഷിക്കാൻ. ഇത് പ്രേതം തന്നെ. വെള്ള സാരി, പുക, പാട്ട്, നമ്മൾ രണ്ടും കട്ട പുക. പാട്ട് അവിടെ എവിടെന്ന്? അയ്യോ, ഇത് ഞാനാ. ഇപ്പൊ വക്കീലിന് വിശ്വാസമായോ? ഇത്രയും കാലം വിശ്വാസമില്ലായിരുന്നു, പക്ഷെ ഇപ്പൊ ഈ പ്രേതങ്ങൾ ഒത്തുതീർപ്പിന് വഴങ്ങോ? ഒടുക്കത്തെ തീർപ്പിനേ വഴങ്ങൂ. എന്താ ഈശോ. ഞാൻ നോക്കിയിട്ട് ഇതിന് രക്ഷപ്പെടാൻ ഒരൊറ്റ വഴിയെ കാണുന്നുള്ളൂ. എന്ത് വഴി? ഈ വഴി. ഇതിനടിയിൽ കൂടി വഴിയുണ്ടായിരുന്നോ? ഓ, ത്വരങ്കം. ഉറുമീസേ, ഇതെവിടെ പോയി? ഇതാണ് വഴി. ഇതിലൊരു 3 എണ്ണം ഫിറ്റ് ചെയ്താൽ പേടിയൊക്കെ പമ്പ അടക്കും. ഉറുമീസേ, നീ പറഞ്ഞ നേരെ. 2 എണ്ണം അടിച്ചപ്പോ മനസ്സിനൊരു ധൈര്യം തോന്നും. അതല്ലേ ഇതിന്റെ ഒരു ഗുണവും. ഉറുമീസേ, കസേര തനി ആടുവോ? ഒരിക്കലുമില്ല. പ്രേതം കസേര കയറിയിരുന്ന് ആടുവോ? അത് നടന്ന് ക്ഷീണിക്കുമ്പോ കസേരയല്ല ഇദ്ദേഹത്തിന്റെ മടിയിലിരുന്നാടും. ആരാണ് ആദ്യം പ്രേതത്തെ കണ്ടത്? ഞാനാ കണ്ടത്. ഇവൻ കണ്ടു, പക്ഷെ ഞാനാ കണ്ടത്. എന്നാൽ അവിടെ ഇരിക്കൂ. ആദ്യം കണ്ട ആള് മാത്രം ഇരിക്കട്ടെ. ചിരിക്കണ്ട, കണ്ണടച്ച് പ്രാർത്ഥിച്ചോളൂ. ഇറങ്ങി വാടി. ഞാൻ എടിയല്ലേ, എടായാണ്. ഇറങ്ങ്. എങ്ങോട്ട് ഇറങ്ങാൻ? പോകോ പോകോ. വക്കീലെത്തി അങ്ങോട്ട് പറയാൻ. ഇവൻ മാത്രമാണ് കണ്ടത്. പോകോ. ആദ്യം കേട്ടത് അബദ്ധമായോ? പിടിക്കവനെ. പിടിച്ചു നിർത്ത്. ഈ ബാധയെ പിടിച്ചു നിർത്ത്. പോകോ പോകോ. എങ്ങോട്ട് പോകാൻ? പാലവരത്തിലേക്ക് പോകൂ. ഞാൻ പാലായിക്ക് പൊക്കോളാം. അത് പോരാ. എന്നാ ഭരണിക്കാനത്തോട്ട് പോവാം. പാലമരത്തിലേക്ക് തന്നെ പോണം. ഭരണിക്ക് കയറാൻ തളപ്പില്ല. വാ. പോകോ. മുണ്ട് എന്റെ മുണ്ട് വിടുമന്ത്ര. പോകോ. പാലമരത്തിലേക്ക് തന്നെ പോ. അതെന്റെ തന്തയോട് പറ. നിന്നെ ഞാൻ തളയ്ക്കൂടി. എന്റെ കർത്താവേ, നീ ഇത് കാണുന്നില്ലേ? ബാധ പോകുന്നുണ്ടോ? ബോധം പോകുന്നുണ്ട്. ഇപ്പൊ പോയി. പള്ളിയിലെ ചില കൊണ്ട് വെഞ്ചരിപ്പിച്ചാ മതി എന്ന് പറഞ്ഞതാ, കേട്ടില്ല. അവന്റെ ഒടുക്കത്തെ അടി. ഇദ്ദേഹം ഒരു പേരുകേട്ട ഒത്തീർപ്പ് വക്കീലല്ലേ? ഒന്ന് പിടിച്ചു മാറ്റാനെങ്കിലും തോന്നിയില്ലല്ലോ ബ്രൂട്ടസേ. അയ്യോ, 101 അടി അടിച്ചാലേ നിന്റെ ദേഹത്ത് കൂടിയ ബാധ പോകുന്നു പറഞ്ഞിട്ട് അവന്മാര് 98 അടിച്ചുള്ളൂ. ആഹാ, അടിയൊക്കെ കൃത്യമായിട്ട് എണ്ണിയല്ലേ? പിന്നെ എന്നാതെ പൂജയ്ക്കെന്നും പറഞ്ഞ് ചൊള പോലെ തുട്ടിറക്കിയതേ ഞാനാ. നക്കി തരം പറയാതെ എന്റെ അനന്താ. എത്ര പോയാലെന്താ? ഇനി നമ്മള് രാജാവും മന്ത്രിയും അല്ലേ? ആണോ? പക്ഷെ ഒരു സംശയം. കേരള ചരിത്രത്തിൽ ഇന്നേ വരെ രാജാവും മന്ത്രി ഒരു മുറി കിടന്നുറങ്ങിയതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. ഒരുമയുണ്ടെങ്കിൽ എരുമയുടെ പുറത്തും കിടക്കാവുന്ന. എന്നാ എരുമയുടെ പുറത്തോ പോത്തിന്റെ പുറത്തോ പോയി കയറി കിടന്നുറങ്ങണം മാപ്പിളെ. സപ്രപഞ്ച കട്ടിൽ കിടന്ന് കൊതി തീർന്നിട്ട് പോരെ എരുമയുടെ പുറത്ത് കിടക്കാൻ.
പയ്യെ തിന്നാ പനയും തിന്നാമെന്നല്ലേ എന്ന് വെച്ചാണെങ്കിൽ പന എന്നോടോ? പനയല്ല, പട്ടിയെ വരെ തിരുന്നൊരുത്തിന് എനിക്കറിയാം. അതാരാ? പറയില്ല, പക്ഷെ തുപ്പി കാണിക്കാം. വാസ്കോടിയാമ വെറും വാസ്തവനാക്കരുത് കേട്ടോ. അങ്ങനെ ഒരു പഴമൊഴി ഞാൻ കേട്ടിട്ടില്ലല്ലോ. ഇത് പുതുമൊഴിയാ. എന്നാൽ എന്റെ ജാതകത്തിലും രാജയോഗം ഉണ്ടെന്ന് ചേറ്റുവായിലെ ചത്തുപോയ ചാക്കോ ചിറ്റപ്പം പറഞ്ഞിട്ടുണ്ട്. രാജകൊട്ടാരത്തിലെ തൂപ്പുകാരനെങ്കിലും ആയാ മതിയായിരുന്നു. ശവം. എന്നാ കേട്ടോ, വീണ്ടും കേട്ടു. അതെന്ത് വ്യാടി? കൂടെ തന്നെ നിന്നോണേ. കണ്ടോ? ഇല്ല. അത് ഹോമവും കുർബാനയൊക്കെ വേസ്റ്റ്. നമുക്ക് ആ പഴയ ഒത്തുതീർപ്പ് പണി തന്നെ മതിയായിരുന്നു. നേരം വെളുത്തിരുന്നെങ്കിൽ സ്ഥലം വിടാമായിരുന്നു. അതുവരെ നമ്മൾ ഇവിടെ എങ്ങനെ കഴിച്ചു കൂട്ടും? ഇതൊരു പഴയ മലയാളം പടത്തിലെ പാട്ടല്ലേ? എന്നാ പഴയ മലയാളം പ്രേതമായിരിക്കും. ഇതൊരു പുതിയ തമിഴ് പാട്ടല്ലേ? എന്നാ പുതിയ തമിഴ് പ്രേതമായിരിക്കും. ഈശ്വര ചതിച്ചോ? പ്രേതത്തിന്റെ കയ്യിൽ ടേപ്പ് പാടാ. ആണോ? ഇത് ദുബായിൽ നിന്ന് വന്ന അറബി പ്രേതമായിരിക്കും. അല്ലടാ പുല്ലേ, ഇത് മനുഷ്യപ്രേതമാടാ. അതെന്താ അവളെ വിടരുത്. അവളെങ്ങോട്ട് പോയി? അങ്ങോട്ട് പോയി നോക്കാമോ? മൊട്ടച്ചി നീയോ? നീ ഇവിടെ അറിയോ? ഇവൻ കോടതിയിൽ കള്ളസാക്ഷി പറയുന്നവനാ. ആണോടാ? സാക്ഷി 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 തന്നെ എല്ലാരും അറിയും. നീ എന്തിനാ ഈ വേഷം കെട്ടി ഇവിടെ? ജീവിതം തന്നെ ഒരു വേഷം കെട്ടലല്ലേ ചേട്ടാ? അത് രാത്രി അതാടാ ഫിലോസഫി. ചേട്ടൻ ഇനി എന്നെ ഇങ്ങനെ പേടിപ്പിച്ചു. ഞാൻ വിട്ട് പറയടാ, എന്തിനാ ഈ വേഷം കിട്ടിയത്? ഞാൻ പറയാ, നിങ്ങളെ ഈ കൊട്ടാരത്തിൽ നിന്ന് പുറത്താക്കാൻ അഡ്വക്കേറ്റ് ശങ്കരനാരായണനും മഹാദേവവർമ്മ തമ്പുരാനും കൂടെ ചേർന്ന എന്നെ ഈ ഫാൻസി ഡ്രസ് വേഷം കെട്ടിച്ച് ഇങ്ങോട്ട് അയച്ചത്. അങ്ങനെയാണ് സംഗതിയുടെ കിടപ്പ്. അങ്ങനെയാണെങ്കിലേ ഒറിജിനൽ ഭൂതപ്രേതാദികൾ വന്നാൽ തന്നെ ഞങ്ങൾ ഭരണം തുടരാൻ തീരുമാനിച്ചെന്ന് ചെന്ന് പറഞ്ഞേക്കടാ. പോടാ ഓടാ പോടേ. ഓ, എന്തിനായി കൊലച്ചിരി? ഇത് വീരകേസരി അനന്തം തിരുമനസ് വാഴുന്ന കൊട്ടാരമാണ്. എനിക്ക് തോന്നിയത് ഞാൻ ചെയ്യും. ഞാൻ അറിയാതെ നേരത്തെ വീശിയല്ലടാ. വേണ്ട, എടാ പോടാന്ന് വിളിച്ചാലുണ്ടല്ലോ തിരുമനസാണ് നിന്റെ. അല്പന ഐശ്വര്യം കിട്ടിയാൽ അർദ്ധരാത്രിക്ക് കുട പിടിക്കുമെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷെ ഇദ്ദേഹത്തിനെ പോലെ മുത്തുകുടം പിടിച്ചുകൊണ്ട് നടക്കുന്ന ഒരു അല്പന ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അതേടാ, അല്പം തന്നെയാ. മുത്തുക്കുട പിടിക്കും, നട്ടുച്ചയ്ക്കും പിടിക്കും, നട്ട പാതിരയ്ക്കും പിടിക്കും. നിനക്ക് ഇവിടെ നിക്കണമെന്നുണ്ടെങ്കിലേ എന്റെ മന്ത്രിയായിട്ട് ഇവിടെ കഴിഞ്ഞോണം. അല്ലെങ്കിൽ കെട്ടും കെട്ടി നിന്റെ മഞ്ഞപ്പുറയ്ക്ക് പോടാ മാപ്പിളെ. ഗുമസ്തന്മാർക്ക് ഈ നാട്ടില് പഞ്ഞൊന്നുമില്ല. പക്ഷേ ഈ കൊട്ടാരത്തിന്റെ റിസീവർ എന്ന് പറയുന്നത് ഈ അനന്തപത്മ.